നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പരിചരണ രംഗത്തെ പുതുതായി നടപ്പിൽ വരുത്തുന്ന പാലിയേറ്റീവ് ഗ്രിഡ് പദ്ധതിയുടെ ഭാഗമായി ആശാവർക്കർമാർക്ക് ബ്ലോക്ക് തല പരിശീലനം സംഘടിപ്പിച്ചു. അഴീക്കോട് ഹെൽത്ത് ബ്ലോക്ക് പരിധിയിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ, ചിറക്കൽ, അഴീക്കോട് വളവട്ടണം ആശമാർക്ക് പുതിയ തെരുവിലുള്ള ചിറക്കൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പരിശീലന പരിപാടി നടന്നു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വേറെ ഇവിടെ അവലോകനം ചെയ്യാൻ റോഡുകളോ പാലങ്ങളോ ആശുപത്രികളോ ഒരുപാട് പ്രവർത്തനങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, ഗവൺമെന്റ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് പാലിയേറ്റീവ് പ്രവർത്തനം. 4 കാര്യങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം പാലിയേറ്റീവ് പ്രവർത്തനമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ PHCകളുമായി ബന്ധപ്പെട്ട്, FHCകളുമായി ബന്ധപ്പെട്ട്, CHCകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്കറിയാം, ഏറ്റവും ആദ്യം നമ്മൾ എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയും നമ്മൾ ആദ്യം ആലോചിക്കുന്ന ആശമാര്, പിന്നീട് അംഗൻവാടി ടീച്ചർമാര്, പിന്നീട് വാർഡ് മെമ്പർമാർ, ഇങ്ങനെയൊരു ഒരു സ്ട്രാറ്റജി ഉണ്ട്. കേരളത്തിന്റെ പൊതുവൊരു സ്ട്രാറ്റജിയാണത്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ, നിപ്പ വന്നപ്പോൾ, നമ്മുടെ പ്രളയം വന്നപ്പോൾ ഒക്കെ നമ്മൾ ഒന്ന് വെള്ളം കയറി ഇറങ്ങിയാൽ ഉടനെ എലിപ്പനിയുടെ ടാബ്ലറ്റുമായിട്ട് നമ്മൾ പോകുമായിരുന്നു, അല്ലെ? ഒന്ന് വെള്ളം കയറി ഇറങ്ങി എന്ന് കണ്ടാൽ നമ്മൾ ഉടനെ അത് നിറഞ്ഞെടുത്ത് എലിപ്പനിയായി. അപ്പൊ ഒന്ന് കിണറ്റിന് വെള്ളം കയറിയാൽ അപ്പം ബ്ലീച്ചുമായിട്ട് നമ്മളെത്തി. നമ്മൾ അവിടെ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലുണ്ട്. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രുതി P അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി ശ്രീധരൻ സ്വാഗതം ആശംസിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ N സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. PHN സൂപ്പർവൈസർ ഗീതകുമാരി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബബിത KPR, O ഉമേഷ് EV എന്നിവർ സംസാരിച്ചു. ജിംനാസ് CS ഉമേഷ് EV, സൈന A എന്നിവർ ക്ലാസ് എടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.